ഹായ് ഓൾ, വെൽക്കം ടു ASAP ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളം, ഇന്ത്യ തുടങ്ങിയ മേഖലയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ വേൾഡ്, സ്പോർട്സ്, മറ്റ് പ്രധാനപ്പെട്ട ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, ഹോസ്റ്റ്, അപ്പോയിൻമെൻറ്റ്സ്, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പഠനത്തിൽ ഒരു തൃപ്തി വരാത്തവർക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പഠനം, കറണ്ട് അഫയേഴ്സ് പഠനം മാറ്റാൻ സാധിക്കും. നല്ലൊരു മാർക്ക് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് സ്കോർ ചെയ്യാനും സാധിക്കും എന്ന് ഞാൻ തരുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2026 ജനുവരി മാസത്തിലെ ലോകവുമായി ബന്ധപ്പെട്ട വേൾഡ് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. യൂറോ സോണിൻ്റെ ഭാഗമാകുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. യൂറോ സോണിൻ്റെ ഭാഗമാകുന്ന 21ാമത്തെ രാജ്യമാണ് എന്തെന്ന് പറയുന്നത്, ബൾഗേറിയ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യം. ഇക്കാലം എത്രയും ഉപയോഗിച്ചിരുന്ന ലവ് കറൻസി ഉപേക്ഷിച്ച് ഇന്ന് മുതൽ യൂറോയിലേക്ക് മാറുകയാണ് ബൾഗേറിയ. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ. അപ്പോൾ യൂറോ സോണിലേക്ക് മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ കറൻസി ഉപേക്ഷിച്ചിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസി ആയിട്ടുള്ള യൂറോയിലേക്ക് മാറുന്നതിനെയാണ് യൂറോ സോൺ എന്ന് പറയുന്നത്. സോ അത്തരം ഒരു മാറ്റം വരുത്തിയ 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിൽ ആദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമായി മാറിയത് ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ്. ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? ലോകത്തിൽ ആദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമായിട്ട് മാറിയത് ആരാണ്? ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾക്കാണ് ഇത്തരം ഒരു അവകാശം ലഭിച്ചിട്ടുള്ളത്. ലോകത്ത് ആദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമായിട്ട് മാറിയത് ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾക്കാണ്. ഓക്കെ ആണല്ലോ. സോ അടുത്തത് ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അഥവാ CBAM, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, അതിൻ്റെ ചുരുക്കപ്പേരാണ് CBAM എന്ന് പറയുന്നത്. ഇത് ഔദ്യോഗികമായി നടപ്പാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ പേരാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 27 രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ള യൂറോപ്യൻ യൂണിയനാണ് ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. ഇനി റീസെൻ്റ് ആയിട്ട് അമേരിക്കയുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സാണ് ഡെൽറ്റ ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. അവർ നമ്മുടെ വെനസ്വേലയുടെ പ്രസിഡന്റിനെ എന്നാണ് അവർ പിടികൂടുന്നുണ്ട്. നിക്കോളാസ് മഥ്യൂറോ എന്ന് പറയുന്ന ഒരു അവിടുത്തെ പ്രസിഡന്റിനെ പിടികൂടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ ആ ഒരു ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നാണ്. അപ്പോൾ അമേരിക്കയുടെ അതീവ രഹസ്യമായിട്ടുള്ളൊരു സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തായിരുന്നു? അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് ആയിട്ടുള്ള ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന ഈ സംഘം എന്താണ്, വെനസ്വേലൻ പ്രസിഡന്റായ നിക്കോളാസ് മഥ്യൂറോയെ എന്താണ്, റാഞ്ചി കൊണ്ടുപോയി. അല്ലേ, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ റാഞ്ചുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പോൾ അതീവ രഹസ്യമായി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതൊരു ചോദ്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ റാഞ്ചി കൊണ്ടുപോയിട്ടുള്ള പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഥ്യൂറോ. അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ് ഈ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്ന ഈ ഒരു അതീവ രഹസ്യ സൈനിക നീക്കം നടത്തിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് ജപ്പാനിലെ ഒരു ആണവ ദുരന്തത്തിന്
അടുത്തത് ജപ്പാനിലെ ഒരു ആണവ നിലയത്തെക്കുറിച്ചാണ് പറയുന്നത്. 2011 ജപ്പാനിൽ ഒരു സുനാമി ഉണ്ടാവുകയാണ്. അപ്പം അതിനുശേഷം അവിടുത്തെ ഫുക്കുഷിമ എന്ന് പറയുന്ന ആണവ ദുരന്തം സംഭവിക്കുകയാണ്. അപ്പം അതിനുശേഷം ജപ്പാനിൽ പ്രവർത്തനം പുനരാരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് കാഷിവാസാക്കി അല്ലെങ്കിൽ കരിവ എന്ന് പറയുന്നത്. കാഷിവാസാക്കി കരിവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതെന്താണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമാണ് ജപ്പാനിലുള്ള കാഷിവാസാക്കി കരിവ എന്ന് പറയുന്നത്. അപ്പോൾ 2011 ജപ്പാനിൽ സുനാമി ഉണ്ടായതിനു ശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്നാണ് ജപ്പാനിൽ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയം, വേൾഡ് ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏതാണ്? കാഷിവാസാക്കി കരിവ എന്നാണ്. ഇനി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ നമ്മുടെ 2026 റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് ശേഷം യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷന്മാരും യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷനും നരേന്ദ്രമോദിയും 16ാമത് ഇന്ത്യ EU സമ്മിറ്റ് നടക്കുന്നുണ്ട്. ആ സമ്മിറ്റിന്റെ ഭാഗമായിട്ടാണ് 2009 തുടങ്ങിയ ചർച്ച 17 വർഷത്തിന് ശേഷം എന്നാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ അത് യാഥാർത്ഥ്യമാവുകയാണ്. അതായത് 17 വർഷം മുൻപ് തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമാക്കുന്നത്. സോ ആ ഒരു വ്യാപാര കരാറിന്റെ പേരാണ് ഇന്ത്യ EU വ്യാപാര കരാർ എന്ന് പറയുന്നത്. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് നരേന്ദ്രമോദി ഈ ഒരു കരാറിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യ ഒപ്പുവെക്കുന്ന 22ാമത്തെ വ്യാപാര കരാറാണ് കേട്ടോ, ആദ്യത്തെ ഒന്നുമല്ല, 22ാമത്തെ വ്യാപാര കരാറാണ്. ഓക്കെ, 16ാമത് ഇന്ത്യ EU ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളുടെ ഒരു കരാറാണ്, ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ്. വലിയ എഫക്റ്റ് മാർക്കറ്റിൽ സംഭവിക്കും. സോ എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് ഈ 2026 ജനുവരി 27 ഒപ്പുവെച്ച ഈ ഒരു ഇന്ത്യ EU കരാറ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് പങ്കെടുത്ത ആൾക്കാരാണ് നമ്മുടെ നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷയായിട്ടുള്ള ഉർസുല വോണ്ടർ ലയൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട, കായിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫി ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അത്തരം രീതിയിൽ പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കായിക ടൂർണമെന്റ് ആണ് വിജയ് ഹസാരെ എന്ന് പറയുന്നത്. സോ ആ ടൂർണമെന്റ് നേടിയ ടീമാണ് വിദർഭ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ആയ വിജയ് ഹസാരെ ട്രോഫി നേടിയത് വിദർഭയാണ്. മറ്റൊരു ടൂർണമെന്റ് ആണ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പ്രധാന ഫുട്ബോൾ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ജേതാക്കൾ ആരാണ്? സെനഗലാണ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന്റെ ജേതാക്കൾ എന്ന് പറയുന്നത്. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? മൊറോക്കോയെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ ആഫ്രിക്കൻ കപ്പ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ആഫ്രിക്കൻ കപ്പ് എന്ന് പറയുന്നത്. സോ അത് നേടിയത് ആരാണ്? സെനഗലാണ്. പരാജയപ്പെടുത്തിയത് മൊറോക്കോയെയാണ്. ഇനി 400 ഗ്രാൻഡ് സ്ലാം മത്സര വിജയങ്ങൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ പുരുഷ താരമായ സെർബിയക്കാരനായിട്ടുള്ള നൊവാക് ജോക്കോവിച്ച് ആണ് 400 ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. ടെന്നീസിലെ ഒരു ലോകകപ്പാണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് എന്ന് പറയുന്നത്. വർഷത്തിൽ 4 ഗ്രാൻഡ് സ്ലാം ആണ് നടക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. സോ അതിൽ 400 ഗ്രാൻഡ് സ്ലാം വിജയം എന്ന റെക്കോർഡ് നേടുന്ന ആദ്യ താരമാണ് നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്ന സെർബിയക്കാരൻ. ഓക്കെ, ഇനി വുമൺസ് പ്രീമിയർ ലീഗ് ഉണ്ട്. IPLന്റെ ചരിത്രത്തിൽ IPLന് സമാനമായിട്ട് വനിതകൾക്ക് വേണ്ടി ആരംഭിച്ച ടൂർണമെന്റ് ആണ് വനിതാ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. സോ അതിന്റെ ചരിത്രത്തിൽ ആദ്യ സെഞ്ചുറി നേടിയ താരമാണ്
ഇംഗ്ലണ്ട് താരമായ നാറ്റ് സിവർബ്രണ്ട് എന്ന് പറയുന്നത്. IPL ചരിത്രത്തിൽ ആദ്യ സെഞ്ചുറി, അതായത് വുമൺസ് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ, IPL അല്ല, വുമൺ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യ സെഞ്ചുറി 2023 ഈ വുമൺ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ 4 വർഷമായിട്ട് ഒരു സെഞ്ചുറി പോലും ആ ഒരു ടൂർണമെന്റിൽ നടന്നിട്ടില്ല. 4 എഡിഷനാണ് 2023, 24, 25, 26 ഇങ്ങനെ 4 എഡിഷൻ നടന്നു. ഇതുവരെ ഒരു സെഞ്ചുറി പോലും ആ ടൂർണമെന്റിൽ, ആ ഒരു ട്രോഫിയിൽ ഒരു താരവും നേടിയിട്ടില്ല. സോ ആദ്യമായിട്ട് ഒരു സെഞ്ചുറി നേടുന്ന ആരാണ്? നാറ്റ് സിവർബ്രണ്ട് എന്ന് പറയുന്ന ഇംഗ്ലണ്ട് താരമാണ്. ഓക്കെ, ഇനി 2025-26 സീസൺ മുതൽ ഐ ലീഗ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് അല്ലെങ്കിൽ IFL എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഐ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യയിലെ 2nd ഡിവിഷൻ ലീഗാണ്. ടോപ്പ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ 1st ഡിവിഷൻ ലീഗാണ് ISL, ഇന്ത്യൻ സൂപ്പർ ലീഗ്. സോ 2nd ഡിവിഷൻ ലീഗാണ് ഐ ലീഗ് എന്ന് പറയുന്നത്. സോ അതിന്റെ പുതിയ പേരെന്താണ്? ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ്. ഓക്കെ, ഐ ലീഗിന്റെ 2025-26 സീസൺ മുതൽ ഐ ലീഗ് ഏത് പുതിയ പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കലണ്ടർ വർഷത്തിൽ 4 ഗ്രാൻഡ് സ്ലാം കിരീടമാണ് നടക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. അതിൽ ആദ്യം നടക്കുന്ന ഓപ്പൺ ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് സമാപനം കുറിച്ചിരിക്കുകയാണ്. വനിതാ വിഭാഗത്തിൽ ചാമ്പ്യനായിട്ട് മാറിയത് എലേന റിബിക്കാനയാണ്. കസാക്കിസ്ഥാൻ താരമാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ നേടുന്ന ആദ്യ കസാക്കിസ്ഥാൻ താരമാണ് നമ്മുടെ എലേന റിബിക്കാന എന്ന് പറയുന്നത്. പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് അദ്ദേഹത്തിന്റെ ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അപ്പോൾ ഈ 2 സിംഗിൾസ് വിജയികളുടെയും ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. എന്നാൽ കാർലോസ് അൽക്കാരസ് സ്പാനിഷ് താരമാണ്. 7 ഗ്രാൻഡ് സ്ലാം ഇതുവരെ നേടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ നേടുന്നത്. എലേന റിബിക്കാനയാണെങ്കിലും 2 ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുണ്ട്. പക്ഷേ ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. മറ്റൊരു പ്രത്യേകതയായിരുന്നു 37 വർഷത്തിന് ശേഷം ഒരു മിക്സഡ് ഡബിൾ സഖ്യം എന്താണ്? കിരീടം നിലനിർത്തുകയാണ്. അതായത് ഒലീവിയ പിയേഴ്സ് എന്ന് പറയുന്ന സഖ്യം, ഒലീവിയ കെഡാക്കിയും ജോൺ പിയേഴ്സ് എന്ന് പറയുന്ന ഈ 2 സഖ്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഒരു സഖ്യമാണ് തുടർച്ചയായ 2 വർഷങ്ങളിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ത് ചെയ്യുന്നത്? നിലനിർത്തുന്നത്. അതും 37 വർഷത്തെ, അതായത് 37 വർഷം എന്ന് പറഞ്ഞാൽ 1989 ഇതിനു മുൻപാണ് സംഭവിച്ചത്. അതിനുശേഷം ഒരു സഖ്യവും എന്ത് ചെയ്തിട്ടില്ല? ഈ കിരീടം നിലനിർത്തിയിട്ടില്ല. അപ്പം അങ്ങനെ കിരീടം നിലനിർത്തുന്ന, ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നിലനിർത്തുന്ന സഖ്യമാണ് ഒലീവിയ കെഡാക്കി ജോൺ പിയേഴ്സ് സഖ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ISROയുടെ 2026 ആദ്യ വിക്ഷേപണമായിരുന്നു അന്വേഷ അല്ലെങ്കിൽ EOS N1 എന്ന് പറയുന്നത്. 2026 ISRO വിക്ഷേപിക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് EOS N1 അല്ലെങ്കിൽ അന്വേഷ എന്ന് പറയുന്നത്. ഇത് 2026 ജനുവരി 12 PSLV-C 62 റോക്കറ്റിലാണ് വിക്ഷേപിച്ചു കഴിഞ്ഞു. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓൾറെഡി വിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മിഷൻ ഫെയിൽഡ് ആയിരുന്നു. ISROയുടെ PSLV-Cയുടെ 61, 62 മിഷൻസ് എന്താണ്? ഫെയിൽ ആയിപ്പോയി. സോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. 3rd സ്റ്റേജിലാണ് എപ്പോഴും ഫെയിലിയർ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 2026 ISROയുടെ ആദ്യ വിക്ഷേപണമാണ് EOS N1 എന്ന് പറയുന്നത് അന്വേഷ. 2026 ജനുവരി 12 വിക്ഷേപിച്ചത്. പക്ഷേ PSLV-C 52 റോക്കറ്റിൽ വിക്ഷേപിച്ച ഈ ദൗത്യം ഒരു ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ബഹിരാകാശ മാലിന്യം കുറക്കാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ നിർണായക ദൗത്യം ISROയുടെ PSLV റോക്കറ്റിലൂടെ വിക്ഷേപിക്കും. ആയുൽ സാറ്റ് എന്ന പേരിട്ടുള്ള ടാഗർ ഉപഗ്രഹമാണ് വിക്ഷേപിക്കുന്നത്. ഈ ആയുൽ സാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ദൗത്യത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഗ്രഹങ്ങളുടെ ഏജ് വർദ്ധിപ്പിക്കുക, ബഹിരാകാശ മാലിന്യം എന്താണ്? കുറക്കുക. ഇത് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ആയുൽ സാറ്റ് എന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങളുടെ ഏജ് വർദ്ധിപ്പിക്കുക, ബഹിരാകാശ മാലിന്യം കുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്
ഇന്ത്യയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ISRO എന്ത് ചെയ്യുന്നത്, ആയുൾ സാറ്റ് എന്ന് പറയുന്ന ഈ ദൗത്യം വിക്ഷേപിക്കുന്നത്. ഇനി നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യമാണ് ക്രൂ 11 ദൗത്യം എന്ന് പറയുന്നത്. അതായത് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഏതൊരു ആസ്ട്രോനോട്ടിന് മെഡിക്കൽ അർജൻസി, അതായത് അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി കേസ് വരുവാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, അവരെ അതിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്തരം രീതിയിലുള്ളൊരു സംഭവം നടക്കുന്നത്. സോ അതുകൊണ്ടാണ് നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ എമർജൻസി എക്സിറ്റ് വരുന്നത്. സോ ആ ദൗത്യത്തിൻ്റെ പേരാണ് ക്രൂ 11 ദൗത്യം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യമാണ് ക്രൂ 11 ദൗത്യം എന്ന് പറയുന്നത്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിയുടെ ഉൽപാദനത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ അരിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഇനി ഭൗമശാസ്ത്രത്തിനുള്ള നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ക്രഫോർഡ് പുരസ്കാരം എന്ന് പറയുന്നത്. സോ അത് ലഭിച്ച വ്യക്തിയാണ് വീരഭദ്രൻ രാമനാഥൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഭൗമശാസ്ത്രത്തിലെ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന ക്രഫോർഡ് പ്രൈസ് എന്ന് പറയുന്നത്. സോ അത് ആദ്യമായിട്ട് ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജന് ആ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് വീരഭദ്രൻ രാമനാഥൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്കണോമിക്സിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയത് എൻവിഡിയ ആണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് 2026 ജനുവരിയിലെ കണക്ക് പ്രകാരം ആരാണ് നമ്മുടെ എൻവിഡിയയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു യൂണിയനാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് പ്രധാനമന്ത്രി ഈ ഒരു കരാറിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആരാണ്? അന്റോണിയോ കോസ്റ്റയാണ്. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഇവിടെ ഉർസുല ഫോണ്ടലൈൻ ആണ്. ഉർസുല ഫോണ്ടലൈൻ അല്ല, അന്റോണിയ കോസ്റ്റയാണ്. യൂറോപ്യൻ യൂണിയന്റെ അധ്യക്ഷയാണ് ഉർസുല വോണ്ടർലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കരാറുകളുടെയും മാതാവി എന്നാണ് ഈ ഒരു കരാറിനെ, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 2026 ജനുവരി 27 ഈ കരാറ്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒപ്പുവെച്ചത്. ഓക്കെ, അടുത്തത് ഹോസ്റ്റുകളുമായി ബന്ധപ്പെട്ട്, പ്രധാനപ്പെട്ട ഹോസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഹോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാനുള്ളത്, 2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. അപ്പോൾ നമ്മൾ 2025 G7 ഉച്ചകോടി എന്ന് പറഞ്ഞ കാനഡയായിരുന്നു. കാനഡ. ഓക്കെ ആണല്ലോ. 2024 ഇറ്റലിയാണ്. ഇറ്റലി. ഓക്കെ ആണല്ലോ. അപ്പോൾ 2024 ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ ഉച്ചകോടിയാണ് G7. അതിന് വേദിയായത് ഇറ്റലിയാണ്. ഇനി 2025 നമ്മുടെ കാനഡയാണ്. കാനഡയിലെ കനാൻസ്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഉച്ചകോടി നടന്നത്. 2026 ഫ്രാൻസ് ആണ്. അതുപോലെ ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. അപ്പോൾ ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിയാണ് നടന്നത്. അതിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ എന്ന് പറയുന്നത്. അനന്ത്യം എന്നാണ് ഈ ഒരു ഉച്ചകോടിയുടെ പ്രമേയം. അനന്ത്യം എന്നാണ്, അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. ഈ അനന്ത്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്.
സോ ആ ഒരു പ്രമേയത്തിലൂടെയാണ് ഈ ഒരു ആഗോള സാമ്പത്തിക സഹകരണ ഫോറം അതിൻ്റെ ഉച്ചകോടി നടക്കുന്നത്. അതിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഇനി 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന് വേദിയാകുന്നത് കൊച്ചിയാണ്. അതുപോലെ 2026 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് സിംബാബ്വെ നമീബിയയാണ്. ഇന്ത്യ 6ാം തവണ അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കി. അപ്പോൾ ആ ഒരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങളാണ് സിംബാബ്വെ, നമീബിയ. ഫൈനൽ നടന്ന എവിടെയായിരുന്നു? സിംബാബ്വെയിലെ ഹരാരയിലായിരുന്നു ഫൈനൽ നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ആയിട്ട് മാറി. അത് നമ്മൾ അടുത്ത മാസത്തെ ക്ലാസ്സിൽ, ഫെബ്രുവരിയിലാണ് ഫൈനൽ നടന്നത്. അതുകൊണ്ട് അടുത്ത മാസത്തെ ക്ലാസ്സിലാണ് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുക. നിങ്ങൾ മനസ്സിലാക്കുക, അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയത് ഇന്ത്യയാണ്. അതിന് വേദിയായ രാജ്യങ്ങളാണ് സിംബാബ്വെയും നമീബിയയും. സോ ഈ 3 ഹോസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1, 3, 4 1, 3, 4 ഓക്കെ, 1, 2, 4 മൂന്നാമത്തെ അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല. 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇനി പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2026 ജനുവരിയിൽ അത്ര വലിയ അപ്പോയിൻമെൻറ്റ്സും സംഭവിച്ചിട്ടില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. അത് പുതിയ ആളൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ISROയുടെ PSLV-C 61ഉം 62ഉം ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്രവാർത്തയായിരുന്നു ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതിൻ്റെ ഫെയിലിയറിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത് കേട്ടോ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ISROൻ്റെ PSLV-C 61ഉം 62ൻ്റെയും ഫെയിലിയറിന് ശേഷമാണ് ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തത് ലിറ്ററേച്ചർ, സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ആദ്യം പറയാനുള്ളത് ഹരിവരാസനം പുരസ്കാരത്തെക്കുറിച്ചാണ്. 2026 ഹരിവരാസനം പുരസ്കാരം അതിന് ജേതാവാണ് തിരുവിഴ ജയശങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, തിരുവിഴ ജയശങ്കർ ആണ് 2026 ഹരിവരാസനം സാഹിത്യ പുരസ്കാരത്തിന്റെ ജേതാവ് എന്ന് പറയുന്ന ആരാണ്? തിരുവിഴ ജയശങ്കർ ആണ്. അതുപോലെ സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. മുൻ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ NS മാധവനാണ് സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. NS മാധവനാണ്. അദ്ദേഹം നമ്മുടെ 2023 നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. ഓക്കെ ആണല്ലോ. ഇനി 2025 ഓടക്കുഴൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. സാഹിത്യ വിമർശകൻ EP രാജഗോപാലിനാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥക്ക് ആണ് എന്ത് ലഭിച്ചത്? അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K അരവിന്ദാക്ഷനായിരുന്നു, ഗോപ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലിന്. ഓക്കെ, 2024 K അരവിന്ദാക്ഷൻ, ഗോപ. ഓക്കെ ആണല്ലോ. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് EP രാജഗോപാലിനാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശന ഗ്രന്ഥമാണ് ഉൾക്കഥ എന്ന് പറയുന്നത്. ആ ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, എപ്പോഴും ചോദിക്കാറുള്ള 2 സാഹിത്യ പുരസ്കാരങ്ങളാണ് ഹരിവരാസനം പുരസ്കാരവും അതുപോലെ ഓടക്കുഴൽ പുരസ്കാരവും. ഹരിവരാസനം പുരസ്കാരം 2026 തിരുവിഴ ജയശങ്കറിനാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഇനി പ്രധാനപ്പെട്ട ചലച്ചിത്ര പുരസ്കാരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറയാനുള്ളത് നമ്മുടെ ഭ്രമയുഗത്തെക്കുറിച്ചാണ്. US ലോസ് ഏഞ്ചലസിൽ പ്രശസ്തമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൻ്റെ വെയർ ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ എന്ന ചലച്ചിത്ര പരമ്പരയിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രമാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. അപ്പോൾ USA ലോസ് ഏഞ്ചലസിൽ പ്രശസ്തമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൻ്റെ വെയർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന ചലച്ചിത്ര പരമ്പരയിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രമാണ് മലയാള ചിത്രമായ ഭ്രമയുഗം എന്ന് പറയുന്നത്. അതുപോലെ 2020 ഇന്ത്യ ചൈന ഗാൽവാൻ അതിർത്തിയിൽ എന്തുണ്ടായിരുന്നു? സംഘർഷം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രമേയമാക്കി പുറത്തിറക്കിയ സിനിമയാണ് ബാറ്റിൽ ഓഫ് ഗാൽവാൻ. അതിൻ്റെ സംവിധാനമാണ് അപൂർവ ലഖിയ എന്ന് പറയുന്നത്. ഇപ്പോൾ 2020 ഇന്ത്യ ചൈന ഗാൽവൻ സംഘർഷം, അതായത് ഇന്ത്യ ചൈന അതിർത്തിയിൽ
ഗാൽവൻ എന്ന് പറയുന്ന പ്രദേശത്ത് എന്താണ് സംഘർഷം നടന്നിരുന്നു. സോ അതിനെ പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് ബാറ്റിൽ ഓഫ് ഗാൽവൻ. അത് സംവിധാനം ചെയ്ത വ്യക്തിയാണ് അപൂർവ ലഖിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലോസ് ഏഞ്ചലസിൽ അവിടെ പ്രദർശിപ്പിച്ച ഏക ഇന്ത്യൻ ചിത്രമാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി അടുത്ത പുരസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. അപ്പോൾ JC ഡാനിയൽ പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനക്കുള്ള പുരസ്കാരമാണ് ഈ JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത്. സോ അത് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശാരദക്കാണ്. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ശാരദ എന്ന് പറയുന്നത്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ശാരദ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ വനിതയാണ്. ആദ്യ വനിത എന്ന് പറയുന്നത് ആറന്മുള പൊന്നമ്മയാണ്. രണ്ടാമത്തത് ഷീലയാണ്. അപ്പോൾ അവരുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് എന്താണ്? സരസ്വതി ദേവി എന്നാണ്. 92 മുതൽ ഏർപ്പെടുത്തിയ പുരസ്കാരം നേടുന്ന മലയാളിയല്ലാത്ത ആദ്യ വ്യക്തിയാണ്. ഈ ശാരദ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും മലയാളിയല്ല, ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഓക്കെ, അപ്പോൾ മലയാളിയല്ലാത്ത ആദ്യ വ്യക്തിയാണ്. ഓക്കെ, 92 ഈ ഒരു JC ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അതിനുശേഷം ലഭിക്കുന്ന മലയാളിയല്ലാത്ത ആദ്യ വ്യക്തിയാണ് ശാരദ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ശാരദ എന്ന് പറയുന്നത് ഈ JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വനിതയാണ്. ആദ്യം ആറന്മുള പൊന്നമ്മ 2005, രണ്ടാമത് ഷീല 2018, പിന്നെ ശാരദ. ഈ ശാരദയുടെ ശരിക്കുള്ള പേര് എന്താണ്? സരസ്വതി ദേവി എന്നാണ്. മാത്രമല്ല ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് തൊട്ടിട്ട് ഇതുവരെ മലയാളി അല്ലാത്ത വ്യക്തിക്ക് അവാർഡ് ലഭിച്ചിട്ടില്ല. സോ ഇത്തവണ അത് മലയാളി അല്ലാത്ത ശാരദക്കാണ്. സരസ്വതി ദേവി എന്നാണ് അവരുടെ ശരിക്കുള്ള പേര്. അവിടെ ശരിക്കുള്ള ജന്മദേശം എന്ന് പറയുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ് അവരുടെ ജന്മദേശം എന്ന് പറയുന്നത്. അടുത്തത്, ഹോളിവുഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ആനിമേഷൻ ചിത്രമാണ് സുട്ടോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, ഹോളിവുഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ആനിമേഷൻ ചിത്രമായിട്ട് മാറിയത് സുട്ടോപ്പിയ എന്ന് പറയുന്ന ചിത്രമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. JC ഡാനിയൽ അവാർഡ് 2024 ശാരദക്കാണ്. അവാർഡ് ലഭിക്കുന്ന മൂന്നാമത്തെ വനിത. പിന്നെ മലയാളി അല്ലാത്ത ആദ്യ വ്യക്തിയാണ് ശാരദ എന്ന് പറയുന്നത്. ശരിക്കുള്ള പേരാണ് സരസ്വതി ദേവി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇനി ഈ വർഷത്തെ ഓസ്കാറിലേക്ക് 2026 ഓസ്കാറിലേക്ക് സിന്നേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന് 16 നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു ചിത്രത്തിന് ഇത്രയും നോമിനേഷൻ ഓസ്കാറിൽ ലഭിക്കുന്നത്. അപ്പോൾ ഓസ്കാറിൽ ആദ്യമായി 16 നോമിനേഷനുകൾ സ്വന്തമാക്കുന്ന സിനിമയാണ് വാർണർ ബ്രദേഴ്സിൻ്റെ റയാൻ കുഗ്ലറുടെ സിന്നേഴ്സ് എന്ന പ്രേത സിനിമ. അപ്പോൾ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, നടൻ, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാറ്റഗറി ഉൾപ്പെടെ 16 നോമിനേഷൻ ആര് നേടിയിട്ടുണ്ട്? സിന്നേഴ്സ് എന്ന് പറയുന്ന ചിത്രം നേടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓസ്കാറിൽ ആദ്യമായിട്ട് 16 നോമിനേഷൻ സ്വന്തമാക്കുന്ന സിനിമയാണ് സിന്നേഴ്സ് എന്ന് പറയുന്ന ചിത്രം. അതാണ് പ്രത്യേകത. അതുപോലെ 2 ഇന്ത്യൻ വംശജയുടെ ചിത്രത്തിന് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. 2 നോമിനേഷൻ ഒരു ഇന്ത്യൻ വംശജയുടെ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പേരാണ് ഗീതാ ഗംഭീർ എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ വംശജയുടെ പേരാണ് ഗീതാ ഗംഭീർ. അപ്പോൾ ഏതൊക്കെയാണ് കാറ്റഗറി? മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ ദി ഡെവിൾ ഈസ് ബിസി, മികച്ച ഫീച്ചർ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ ദി പെർഫെക്റ്റ് നെയ്ബർ എന്നിവയാണ് ഈ ഇന്ത്യൻ അമേരിക്കൻ സംവിധായകയുടേതായി ഓസ്കാർ പട്ടികയിൽ ഇടം നേടിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യമായിട്ട് ഒരു ചിത്രം 16 നോമിനേഷൻ ഈ വർഷത്തെ ഓസ്കാറിന് വേണ്ടി ലഭിക്കുകയാണ്. ആ ചിത്രത്തിൻ്റെ പേരാണ് സിന്നേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഇന്ത്യൻ വംശജയുടെ 2 ചിത്രങ്ങൾ, അതായത് മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ ദി ഡെവിൾ ഈസ് ബിസി, മികച്ച ഫീച്ചർ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ ദ പെർഫെക്റ്റ് നെയ്ബർ എന്ന് പറയുന്ന ഈ 2 ഡോക്യുമെൻ്ററി. സോ ഇതിന് രണ്ടിനും എന്താണ് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ സംവിധായക ഒരു ഇന്ത്യൻ വംശജയാണ്. അവരുടെ പേരാണ് ഗീത ഗംഭീർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
പോയിന്റ് ആണ്. ഇതും ചോദിക്കാം, ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് തന്നെ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്തത് 2025 ബാഫ്റ്റ പുരസ്കാരത്തിന് ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രമാണ് ഭൂങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാഫ്റ്റ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് അക്കാഡമി പുരസ്കാരമാണ്. അതിൽ ബെസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രമാണ് ഭൂങ് എന്ന് പറയുന്നത്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. അടുത്തത് 2025 ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം 950 കോടി രൂപ നേടി ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമാണ് ദുരന്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 950 കോടി രൂപ വരുമാനം നേടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് ദുരന്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ദുരന്തർ എന്ന് പറയുന്നത്. ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാം. സോ ഈ ദുരന്തർ എന്ന് പറയുന്ന ചിത്രമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത്. സിനിമയുടെ പേരാണ് ദുരന്തർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയുന്നത് 2026 ജനുവരി മാസത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട വിയോഗങ്ങളെക്കുറിച്ചാണ്. മാധവ് ഗാഡ്കിൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പരിസ്ഥിതി സംരക്ഷകൻ, അദ്ദേഹം 2026 ജനുവരിയിലാണ് അന്തരിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ബേല ഥാർ എന്ന് പറയുന്ന വിഖ്യാതനായ ഹംഗേറിയൻ ചലച്ചിത്രകാരനാണ്. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയിട്ടുണ്ട്. 2025 സാഹിത്യ നൊബേൽ സമ്മാന ജേതാവായ ലാസ്ലോ ക്രാസ്റ്റ് ഹോർക്കായുമായുള്ള കൂട്ടുകെട്ടിലാണ് ബേല ഥാറിന്റെ മികച്ച ചിത്രങ്ങൾ സറ്റാൻ ടോങ്കോ, ദ ടൂറിൻ ഹോഴ്സ് ഉൾപ്പെടെ പിറന്നത്. ലാസ്ലോയുടെ നോവലുകളെ ആസ്പദമാക്കിയായിരുന്നു പല സിനിമകളും. 7 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചിത്രം ലോക സിനിമയിലെ തന്നെ വിസ്മയമായാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേല ഥാർ എന്ന് പറയുന്നത് ഒരു ഹംഗേറിയൻ ചലച്ചിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് 2025 നൊബേൽ പുരസ്കാര ജേതാവായ, പ്രത്യേകിച്ച് സാഹിത്യ നൊബേൽ പുരസ്കാര ജേതാവായ ലാസ്ലോ ക്രാസ്ന ഹോർക്കായുമായുള്ള കൂട്ടുകെട്ടിലാണ് അദ്ദേഹത്തിന് പല ചിത്രങ്ങളും പിറന്നിട്ടുള്ളത്. സോ ഈ സറ്റൻ ടാങ്കോ എന്ന് പറയുന്ന 94 പുറത്തിറങ്ങിയ ചിത്രം 7 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രമാണ്. അത് ലോക സിനിമയിൽ തന്നെ ഒരു വിസ്മയമായാണ് കണക്കാക്കുന്നത്. സോ ബേല ഥാർ എന്ന് പറഞ്ഞ ഒരു ഹംഗേറിയൻ ചലച്ചിത്രകാരനാണ്. ഓക്കെ, ഇനി മാർക്ക് ടള്ളി 2 പതിറ്റാണ്ട് കാലം BBC-യുടെ ഇന്ത്യൻ ബ്യൂറോ ചീഫായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഭോപ്പാൽ ദുരന്തം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വധം, ബാബറി മസ്ജിദ് തകർച്ച തുടങ്ങിയ സുപ്രധാനമായ എല്ലാ സംഭവങ്ങളുടെയും BBC-യിലൂടെ ലോകത്തെ അറിയിച്ചത് അദ്ദേഹമായിരുന്നു. അപ്പോൾ മാർക്ക് ടള്ളി എന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം എന്താണ് ഇന്ത്യയിലെ ചരിത്ര പ്രധാനമായ പല സംഭവങ്ങൾ 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഭോപ്പാൽ ദുരന്തം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വധം, ബാബറി മസ്ജിദ് തകർച്ച തുടങ്ങിയ ഒരുപാട് എല്ലാ സംഭവങ്ങളുടെയും അത് ലോകത്തെ അറിയിച്ചത് ഈ മാർക്ക് ടള്ളി ആയിരുന്നു, മീൻസ് BBC-യിലൂടെ. ഇനി അജിത് പവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം NCP എന്ന് പറയുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷയായിരുന്നു. അപ്പം അദ്ദേഹം എന്താണ് ഒരു വിമാന അപകടത്തിൽ വെച്ച് അന്തരിക്കുന്നുണ്ട്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അജിത് പവാർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതിനുശേഷം സുനിത പവാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നീട് മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 2026 ജനുവരി 28 അന്തരിച്ച മാധവ് ധനഞ്ജയ് ഗാഡ്കിൽ, നമ്മൾ മാധവ് ഗാഡ്കിൽ എന്ന് വിളിക്കുന്ന മാധവ് ധനഞ്ജയ് ഗാഡ്കിൽ. അപ്പോൾ 42 മെയ് 24 പൂണെയിലാണ് ജനനം. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD. 80 കേന്ദ്ര സർക്കാർ പരിസ്ഥിതി നയ രൂപീകരണ സമിതിയിൽ അംഗമായി. 81 പത്മശ്രീ, 2006 പത്മഭൂഷൺ എന്നിവയും നൽകി ആദരിച്ചു. ഇത് വേണമെങ്കിലും ഓർത്തിരുന്നേക്ക് കേട്ടോ. അതുപോലെ ജനിച്ച സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ പൂനെ എന്ന് പറയുന്നത്. പിന്നെ
പ്രശസ്തമായിട്ടുള്ള അവാർഡുകളാണ്. 81 പത്മശ്രീ ലഭിച്ചു, 2006 പത്മഭൂഷൺ ലഭിച്ചു, 82 MGK മേനോൻ അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈലന്റ് വാലി പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു. അപ്പോൾ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാധവ് ധനഞ്ജയ് ഗാഡ്ഗിൽ. അന്തരിച്ച ദിവസം എന്ന് ഓർത്തിരുന്നേക്ക്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2006 ജനുവരി 8. പത്മശ്രീ ലഭിച്ച വർഷമാണ് 81, പത്മഭൂഷൺ ലഭിച്ച വർഷമാണ് 2006. അതുപോലെ 86 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ലഭിച്ചു. 86-90 കാലത്ത് പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേശക സമിതിയിൽ അംഗമായിരുന്നു. 86 രാജ്യത്തെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയിൽ സ്ഥാപിക്കാൻ നിർണായക പങ്ക് വഹിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 86 രാജ്യത്തെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ആയിട്ടുള്ള നീലഗിരിയിൽ സ്ഥാപിക്കാൻ നിർണായക പങ്ക് വഹിച്ചു. 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ മാർഗനിർദ്ദേശം നൽകാൻ രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു. ഇതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ മാർഗനിർദ്ദേശം നൽകാൻ രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു. 2015 ടൈലർ പ്രൈസ് ലഭിച്ചു. 2024 ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം. അപ്പോൾ 81 പത്മശ്രീ, 2006 പത്മഭൂഷൺ. ഓക്കെ, ഇനി 86 ശാന്തി സ്വരൂപ് ഭട്നഗർ, 86 നീലഗിരി ബയോസ്ഫിയർ റിസർവ് സ്ഥാപിക്കാൻ നിർണായക പങ്ക് വഹിച്ചു. 2010 പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ അതിൻ്റെ അധ്യക്ഷനായിരുന്നു. 2015 ടൈലർ പ്രൈസ് ലഭിച്ചു. 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചു. ഇങ്ങനെ നിരവധി അവാർഡുകളാണ് അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നെല്ലിയാമ്പതി മലനിരകളിൽ 2021 കണ്ടെത്തിയ രുദ്രാക്ഷത്തിന്റെ കുടുംബത്തിൽപ്പെട്ട മരത്തിന് മാധവ് ഗാഡ്ഗിലിനുള്ള ആദരസൂചകമായി എലിയോകാർപ്പസ് ഗാഡ്ഗിലി എന്നാണ് സസ്യശാസ്ത്ര ലോകം പേരിട്ടത്. അപ്പോൾ നെല്ലിയാമ്പതി മലനിരകളിൽ 2021 കണ്ടെത്തിയ രുദ്രാക്ഷത്തിന്റെ കുടുംബത്തിൽപ്പെട്ട മരത്തിന് മാധവ് ഗാഡ്ഗിലിന്റെ പേര് സൂചകമായിട്ട് എലിയോകാർപ്പസ് ഗാഡ്ഗിലി എന്നാണ് പേര് നൽകിയത്. 2016 ചോലവനങ്ങളുടെ അതിരുകളിൽ നിന്ന് കണ്ടെത്തിയ സസ്യവർഗത്തിന്റെ സൊണറില ഗാഡ്ഗിലിയാന എന്നാണ് പേരിട്ടത്. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. അതൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ മനസ്സിലാക്കുക, എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്ന് പറയുന്നത്. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. ഇനി നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും കുറച്ച് പ്രധാനപ്പെട്ട സോഷ്യൽ സ്കീംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി നോക്കാം. കനൽ എന്താണ്? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കനൽ. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കനൽ എന്ന് പറയുന്നത്. സ്നേഹം കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കി സ്കൂളിലും വീട്ടുപരിസരങ്ങളിലും കളിക്കൂട്ടമൊരുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്നേഹം. അപ്പോൾ കുട്ടികളുടെ മെൻ്റൽ പ്രഷർ ഒഴിവാക്കിയിട്ട് സ്കൂളുകളിലും വീട്ടുപരിസരങ്ങളിലും കളിക്കൂട്ടമൊരുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്നേഹം. സ്വാന്തനമിത്ര കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതിയാണ് സ്വാന്തന മിത്ര എന്ന് പറയുന്നത്. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതിയാണ് സ്വാന്തന മിത്ര എന്ന് പറയുന്നത്. ഈ കനലും സ്നേഹവും സ്വാന്തന മിത്രവും അറിഞ്ഞിരിക്കുക. ഇനി ഈ സമൃദ്ധ മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിപൂർണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ എന്ന് പറയുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ. 40+ ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകൾക്കായി ജൈവ മാനസിക സാമൂഹിക പദ്ധതിയാണ് 40+ എന്ന് പറയുന്നത്.
ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകൾക്കായി ജൈവ മാനസിക സാമൂഹ്യ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് 40+ എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല അല്ലേ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ്, കളിക്കൂട്ടം ഒരുക്കുന്ന പദ്ധതിയാണ് സ്നേഹം എന്ന് പറയുന്ന പദ്ധതി. ഇനി 2026 ജനുവരിയിലെ ഒരു പ്രധാനപ്പെട്ട മിലിറ്ററി എക്സസൈസ് ആണ് പറയുന്നത് ഖെഞ്ചർ എന്ന് പറയുന്നത്. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ അസമിൽ വെച്ച് നടന്ന ഒരു സൈനിക അഭ്യാസമാണ്, സംയുക്ത സൈനിക അഭ്യാസമാണ് ഖെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഖെഞ്ചർ എന്നാണ് സൈനിക അഭ്യാസത്തിൻ്റെ പേര്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലാണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? അസമിൽ വെച്ചാണ് ഇതിൻ്റെ 13ാം പതിപ്പ്, ഖെഞ്ചറിൻ്റെ 13ാം പതിപ്പാണ് നടക്കുന്നത്. അസമിൽ വെച്ചാണ് നടക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഖെഞ്ചർ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇൻഡെക്സ് ഒന്നല്ല, 2026 ജനുവരിയിൽ വന്ന ഇൻഡെക്സ് ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഇൻഡെക്സുകളെ കുറിച്ച് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. സോ റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ്. അപ്പോൾ അതിൽ ഇന്ത്യ 16ാം സ്ഥാനത്താണ്, സിംഗപ്പൂരാണ് 1ാം സ്ഥാനത്ത്. അപ്പോൾ റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 16ആണ്, സിംഗപ്പൂർ 1ാം സ്ഥാനത്താണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എസ്ര എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്, നമ്മളിനി കുറച്ച് എന്താ പറയുക പ്രധാനപ്പെട്ട, നമ്മളൊരു ഇനി സെക്ഷനായിട്ട് പറയുന്നില്ല, കുറച്ചൊരു എക്സ്ട്രാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എസ്ര എന്ന് പറയുന്ന ഒരു എന്താണ് കൊടുങ്കാറ്റ്, അത് എവിടെയാണ് വീശിയടിച്ചത്? US-ലാണ്. അപ്പോൾ US-ൽ ഇപ്പം എന്താണ് വിൻ്റർ സീസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വീശിയടിച്ച ശീത കൊടുങ്കാറ്റാണ് എസ്ര എന്ന് പറയുന്നത്. ഇനി കെ സച്ചിദാനന്ദൻ, നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാണ് കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അവിരാമം എന്ന് പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി ചെയർമാനാണ് കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അവിരാമം എന്ന് പറയുന്ന ആത്മകഥ. കെ സച്ചിദാനന്ദൻ്റെ ആത്മകഥയാണ് അവിരാമം എന്ന് പറയുന്നത്, കെ സച്ചിദാനന്ദൻ്റെ ആത്മകഥ. സോ നമ്മൾ 2026 ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലെങ്തി ആയുള്ള ക്ലാസ് ആയിരുന്നു. പ്രധാനപ്പെട്ട പല പോയിന്റ്സും നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയിട്ട് മാറിയത്. 2 പാർട്ടുകളിലായിട്ട്, 2 പാർട്ടും നോർമൽ ലെങ്ത്തിനേക്കാൾ കുറച്ച് കൂടുതലായിരുന്നു. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു മാസത്തിലെ 2026 ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.